കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് 24,700-നടുത്ത് കൺസോളിഡേറ്റ് ചെയ്തതുകൊണ്ട് പറയത്തക്ക നേട്ടങ്ങളൊന്നും മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ച നേടാൻ സാധിച്ചില്ല. വീക്കിലി ബേസിസിൽ ഇൻഡെക്സ് 0.4% ഇടിയുകയാണ് ചെയ്തത്. അതേസമയം മന്ത്ലി ബേസിസിൽ മാർക്കറ്റ് 2% ഉയരുകയും ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ഥിരമായ ബൈയിങ്ങും അതേസമയം US ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് മാർക്കറ്റിനെ ഒരു പ്രത്യേക റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വരുന്ന ആഴ്ച വളരെ പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകൾ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഈ കൺസോളിഡേഷൻ അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം ജൂൺ 6 പുറത്തു വരുന്നത്. കൂടാതെ മെയ് മാസത്തെ വെഹിക്കിൾ സെയിൽസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റ ജൂൺ 2 പുറത്തു വരും. കൂടാതെ ചില മാക്രോ എക്കോണമിക് ഡേറ്റകളുടെ ഇമ്പാക്റ്റും, അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന Q4 GDP ഗ്രോത്ത് ഡേറ്റ ഉൾപ്പെടെയുള്ള ചില മാക്രോ എക്കോണമിക് ഡേറ്റകളുടെ ഇമ്പാക്റ്റും അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. വീക്കിലി ബേസിസിൽ നിഫ്റ്റി 0.4% ഇടിഞ്ഞ് 24,750-നടുത്തായിട്ടാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്. ഇവിടെ മാർക്കറ്റിനെയും അതുപോലെ തന്നെ എക്കോണമിയെയും സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ Q4 GDP ഗ്രോത്ത് ഡേറ്റയാണ്. 6.9% ഗ്രോത്ത് Q4-ൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചപ്പോൾ 7.4%-നടുത്ത് ഗ്രോത്ത് ഇന്ത്യൻ എക്കോണമി നേടിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ GDP എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലുള്ള ഒരു GDP ഡേറ്റ ഇന്ത്യൻ എക്കോണമിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം 2024-മായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിൽ ഇടിവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിൻ്റെ വളർച്ച കുറയുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കമാണ്. ജൂൺ 6 വെള്ളിയാഴ്ചയാണ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വരിക. ഇവിടെ 25 ബേസിസ് പോയിന്റിൻ്റെ റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതും മാർക്കറ്റിൽ ഒരു ട്രിഗർ ചെയ്യുന്ന ഫാക്റ്റാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീക്കിലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ച നെറ്റ് സെല്ലറായി മാറി 418 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 33,144 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മന്ത്ലി ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ മെയ് മാസത്തിൽ ഇതുവരെ 18,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബൈയിങ് നടത്തിയിട്ടുണ്ട്. 2025 വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലറായിരുന്നു. 78,000 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ 4,243 കോടി രൂപയുടെ ബൈയിങ്ങും മെയ് മാസത്തിൽ 18,082 കോടി രൂപയുടെ ബൈയിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ചൈനീസ് എക്കോണമിയുടെ സ്ലോ ഗ്രോത്തും US-ൽ ഉടലെടുത്തിരിക്കുന്ന ട്രേഡ് ടെൻഷനുമായി ബന്ധപ്പെട്ട ആശങ്കകളും കൂടാതെ US-ൻ്റെ ഡോളർ ഇൻഡെക്സ് ഇടിയുന്നതുമൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇനി അടുത്ത ആഴ്ച അമേരിക്കയുടെ ബോണ്ട് ഈൽഡിനെ കുറിച്ചുള്ള ഡേറ്റകളും അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാനും കൂടാതെ ട്രംപും അമേരിക്കൻ കോർട്ടും തമ്മിൽ നടക്കുന്ന റെസിപ്രോക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അല്ലെങ്കിൽ വാഗ്വാദങ്ങളുമൊക്കെ വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഫാക്റ്റുകളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയർന്ന് 239 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. എറ്റേണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ PNB പരിബാസ് 1,488 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വെള്ളിയാഴ്ച 238 രൂപയ്ക്ക് അടുത്ത് നടത്തിയത്. PNB പരിബാസ് എറ്റേണലിൻ്റെ 6.24 കോടി ഷെയറുകളാണ് വാങ്ങിയത്. PNB പരിബാസ് നൈക്കയിലുള്ള 0.87% സ്റ്റേക്കുകൾ സെൽ ചെയ്യുകയും ചെയ്തു. നൈക്ക കൂടാതെ കൊറമണ്ടൽ ഇൻ്റർനാഷണലിലെയും 529 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകൾ PNB പരിബാസ് എന്ന കമ്പനി ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. MSI ഇൻഡെക്സിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഇൻഡെക്സ് റീജിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം PNB പരിബാസ് പോലുള്ള പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തു. 235 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോഴത്തെ മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 250 ഇമ്മീഡിയറ്റ് ടാർഗറ്റായി പ്രതീക്ഷിക്കാം. 250 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 260, 272 വരെയുള്ള മൂവ്മെൻറ്റും മീഡിയം ടൈമിൽ സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്.
സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 5 ആഴ്ചയിലെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ, അതായത് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 225-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ഈ ലെവലിലേക്ക് എത്തുമ്പോൾ, സ്റ്റോക്ക് 225 എന്ന ലെവലിനടുത്ത് എത്തുമ്പോഴൊക്കെ ബൈയിങ് ആരംഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സപ്പോർട്ടിൽ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 225 രൂപ എന്ന ലെവലിൽ ബൈ ചെയ്യാം. ഇനി ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർക്ക് 225 രൂപയ്ക്ക് താഴെ, അതായത് 224-ലോ 223-ലോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് CDSL. മാർച്ച് മാസത്തെ ലോയിൽ നിന്നും 40% റിക്കവറി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് CDSL. CDSLൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രെങ്ത് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ CDSL എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 1600, 1650, 1585 തുടങ്ങിയ ടാർഗറ്റുകളാണ് വരും സമയങ്ങളിൽ CDSL എന്ന സ്റ്റോക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 1480 രൂപയുടെയോ 1495 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് CDSLൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിച്ച ഒരു സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ 800-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 792 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പരിഗണിക്കാം. ഇവിടെ നിന്നും 830 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക. 837 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. അവിടെ നിന്നും സ്റ്റോക്ക് 850 വരെ ഉയരാൻ സാധ്യതയുണ്ട്. ബോട്ടം ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിലും റിസ്ക് ടു റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ് എന്ന നിലയിലും ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്